എന്റെ പേര് ചെറിയ പത്തനംതിട്ടയാണ് സ്വദേശം. ഞാൻ ക്യാരക്ടറെ ജസ്റ്റ് ഒന്ന് പറയാം, കാരണം എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല ക്യാരക്ടറിനെ കുറിച്ച്. പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിയിലേക്ക് കാണിക്കാണ്. പ്രിൻസ് എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഒരു ഓർഫനേജിൽ ജീവിക്കുന്നതാണ്. ഈ ഒരാളുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു അന്വേഷണ കഥയാണ് ഈ ഒരു സിനിമ ട്രാക്ക് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ബാക്കി സിനിമ റിലീസ് ആകുമ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ. ശബ്ദത്തിൽ സംസാരിക്കും. അങ്ങനെ ഒരു കയ്യിൽ ഉള്ളതാണ് ഈ പെൻസിൽസ് ആകുമ്പോൾ DGP ഓൾറെഡി SP രാമകൃഷ്ണൻ ജോസഫിന്റെ കേസ് കൈമാറുന്നുണ്ട്. ജോസഫ് ഓൾറെഡി രാമകൃഷ്ണനെ ഓഫീസ് രാമകൃഷ്ണനാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. സംശയമായ പിന്തുടരുക ഇങ്ങനെ ഒന്ന് രണ്ട് പേരുണ്ട്. അപ്പോൾ ഈ പ്രിൻസ് മിസ്സിനാണ്. ഈ ഓഫ്ലൈനിലെ കുട്ടികളാണ് ഡിഗ്രി ചെയ്യുന്നത്. ഒരിക്കലും ഓഫ്ലൈനിലെ കുട്ടികൾക്ക് ഡിഗ്രി അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളിലും മാറി മാറി പോകുന്നു. പലരെയും സംശയിക്കുന്നുണ്ട്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാമകൃഷ്ണൻ അവരുടെ കോണ്ടാക്ട് ഉണ്ട്. 3280 കോണ്ടാക്ട് ഉണ്ട്. അതിന് 7 പേര് കോണ്ടാക്ട് ചെയ്തിരിക്കണം. ഈ അത് ഓൾറെഡി രാമകൃഷ്ണൻ ആണ് ഇത് ചെയ്യുന്ന ആളുടെ കോണ്ടാക്ട് അത് വെച്ചിട്ട് 7 പേരെയാണ് പ്ലസ് ഈ ക്രൈംബ്രാഞ്ച് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഈ സാധാരണ ചായക്കടക്കാരൻ്റെ പക്ഷെ ഇത് ഒരു സൈബർ സെല്ലിൻ്റെ ഓഫീസറായിട്ടാണ്. പക്ഷെ തീരാമതി ഇപ്പം അതുപോലെ തീരാൻ കേസാണ്. ഓ അതിന് മാറ്റം നോക്കിയിരിക്കും. ജോലി കാണിച്ചിരിക്കുകയാണ്. ഓ കൊള്ളാം സംഭവമുള്ള. പിന്നെ ഇതിപ്പോൾ എന്താ പറയുക, ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. പെണ്ണുങ്ങളാണ് ഇതിലെ ഹീറോയും വില്ലനും ഒക്കെ. പെണ്ണുങ്ങളുടെ ശരിക്കുള്ള മുഖം നമുക്ക് കാണാം. പെണ്ണുങ്ങളെ ഞാൻ കുറ്റം പറയില്ല. പെണ്ണുങ്ങളോ ഇതൊരു പെണ്ണുങ്ങളുള്ള സിനിമയാണ്, സ്ത്രീകളുള്ള സിനിമയാണ്. അവർക്ക് ഇടയിലുണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നം. എന്നോട് സീനിയറായ ഒരു പോലീസ് ഓഫീസർ ഉള്ളതാ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ 100 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിന് 98 പിടിക്കപ്പെടുന്നു. പുരുഷന്മാരാണ് കുറ്റകാരികൾ. പക്ഷെ 100 അല്ല, 500 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിൽ 1 or 2 കേസുകളിലാണ് പെണ്ണുങ്ങൾ പിടിക്കുന്നത്. 100 കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ 90 ഒരു സ്ത്രീയുടെ പങ്കാളിത്തമുണ്ടാകും. പിന്നെ പോലീസുകാരെ ചിലപ്പോൾ കണ്ണടച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ മാറ്റി വരുന്നു, അല്ലെങ്കിൽ തെളിയിക്കപ്പെടാതെ പിടിക്കപ്പെടാതെ അതുപോലെ കഥകൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ എഴുതി വന്നപ്പോൾ കാരണം സസ്പെൻഡിലായ ഒരു പോലീസ് ഓഫീസർ വേണം. അപ്പോൾ എന്റെ മനസ്സിൽ വന്നത് രാഷ്ട്രീയമാണ്. അങ്ങനെയാ അതിന് വലിയ സംഭവം. പിന്നെ സംഭവമായ കാര്യം അങ്ങനെ തന്നെയാണ്.
ഇതിൽ രണ്ട് നല്ല പാട്ടുണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടുണ്ട്. അത് ഇതിലെന്താ പറയുക, ആദ്യം തന്നെ അതിനകത്തൊരു കഥയുണ്ട്. കഥയോടൊപ്പം തന്നെ കാര്യങ്ങൾ. പെണ്ണുങ്ങളുടെ പ്രശ്നമാണ് ഇത് സംഭവം. പെണ്ണായ പെണ്ണുങ്ങൾ മൗനം പൂണ്ടിരിക്കുന്നു, പെരുവഴി പകലറിഞ്ഞു പെൺരോധന കേഴുന്നു. പെണ്ണുങ്ങൾ പെരുവഴി കരയുന്നു, മൗനം പൂണ്ടിരിക്കുന്നത് പെണ്ണുങ്ങൾ. അയ്യോ പെണ്ണുങ്ങളാണെങ്കിൽ കഴിഞ്ഞില്ലേ സെക്രട്ടറിയും ഒക്കെ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ പിന്നെ ജാനകി ജാനകി രണ്ടാമത്തെ സിനിമ പാവാട ചെയ്ത സിനിമ ശ്രീകുമാർ പുള്ളിയുടെ സിനിമയില് നല്ലൊരു വേഷം ചെയ്തിരുന്നു. ഉണ്ടായിരുന്നു മിസ്റ്റർ ബംഗാളി എന്ന സിനിമയുടെ പേര്. അതിനുശേഷം കേരളയിൽ ചെയ്തിരുന്ന സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് ഇതുവരെ ചെയ്ത വേഷം വ്യത്യസ്തമായിട്ട് എന്താ പറയാ, നല്ല തന്നെയാണ്. പ്രേക്ഷകരുടെ നമുക്ക് അവിടെ ഇല്ല, ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് പോലെ ഇതിനെ വിളിച്ച ശ്രീയോട്